അതേസമയം പമ്പയിലും എരുമേലിയിലുമൊക്കെ വലിയ തിരക്കാണ് ഇന്ന് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. 3 മണിക്കൂറിലധികമൊക്കെ ക്യൂ നിന്നാണ് ഭക്തർ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് നീങ്ങുന്നത്. മണ്ഡലകാലത്തിന് തുടക്കം കുറിച്ച് ശബരിമല നട തുറന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള തിരക്കാണ് പമ്പയിലും എരുമേലിയിലും ഒക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പമ്പയിലാണ്. ഏകദേശം 3-4 മണിക്കൂറും ഒക്കെ തന്നെ കാത്ത് ഇരുന്നാണ് ഇപ്പോൾ ഈ ഭക്തർക്ക് സന്നിധാനത്തേക്ക് പോകാൻ കഴിയുന്നത്. രാവിലെ 10 മണിക്കും 11 മണിക്കും ഒക്കെ തന്നെ എത്തിയ ഭക്തർ ഈ കൂട്ടത്തിലുണ്ട്. നമ്മൾ നേരത്തെ സംസാരിക്കുന്ന പലരും അത്തരത്തിൽ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുമുണ്ട്. എന്തായാലും ഇന്നലെയൊക്കെ തന്നെ പ്രത്യേകിച്ച് തമിഴ്നാട് നിന്നും കർണാടകത്തിൽ നിന്നും ഒക്കെ തന്നെ ഭക്തർ ഈ ഇടത്താവളങ്ങളൊക്കെ തന്നെ എത്തി തമ്പടിച്ചിട്ടുണ്ടായിരുന്നു. അത് മുന്നിൽ കണ്ടുകൊണ്ട് 3500-ലധികം പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇത്തരത്തിൽ സുരക്ഷയ്ക്ക് വേണ്ടി ക്രമീകരണങ്ങൾക്ക് വേണ്ടി ഒക്കെ തന്നെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ അതിഭീകരമായ തരത്തിലുള്ള തിരക്ക് പമ്പയിലും എരുമേലിയിലും ഒക്കെ തന്നെ ഉണ്ടായി. ഉച്ചയ്ക്ക് ഈ തിരക്ക് ഇപ്പോൾ ഉണ്ടെങ്കിൽ കൂടി രാവിലത്തെ അപേക്ഷിച്ച് ആ തിരക്ക് കുറവുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. തിരക്കുണ്ട്, നല്ല തിരക്കാണ്. ഒരു കൊല്ലം എത്താത്ത തിരക്കാണ് ഈ കൊല്ലം. ഇതുപോലെ തിരക്ക് ഇതിക്ക് മുന്നേ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞൊല്ലൊക്കെ വന്നിട്ട് സുഖമായിട്ട് തൊഴുതു പോയി. എരുമേലി തുടങ്ങി ബ്ലോക്കാണ്. എല്ലായിടത്തും പിടിച്ചിട്ടാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം. ഇവിടം തുടങ്ങി ക്യൂ ആണ്, വരുത്തി നിർത്തിയാണ് വിടുന്നത് അവർ. നല്ല തിരക്കാണ്. எவ்வளோ பண்ணுறாங்க திருவாங்கூர் தேவஸ்தானம், பட் இதே பண்ண மாட்டேறாங்க. சாமி இப்படிலாம் நாங்கள் பண்ணுறோம் எவ்ரி டைம். இந்த டைம் நாங்கள் புதுசாக பண்ணியிருக்கோம். இதெல்லாம் நீங்கள் பார்த்து வரணும்னு சொன்னால் எவ்வளோ நேரமாக நிற்கிறோம். வந்து 1 hour மேலே ஆயிடுச்சு, இன்னும் படியேறல. ஜஸ்ட்டு ஒரு இன்ஃபர்மேஷன் கொடுக்கணும்ல. வர டிஃபோர்ட்டிஸ் ட்ரிங்கிங் வாட்டர் இதெல்லாம் பண்ணணும்ல. இதெல்லாம் பண்ணுறாங்க, ஓகே, அக்செப்டட். பட் எங்களுக்கு உண்டான அடிப்படை தேவை ஒன்றுமே செய்ய மாட்டேறாங்க சாமி. அது ஏன் பண்ண மாட்டேறாங்க? எவ்வளோ பண்ணுறீங்க, ஆனால் டிவோட்டிஸ்க்கு இன்னும் கொஞ்சம் பண்ணலாமே. ஃபெசிலிட்டிஸ் ஏன் பண்ண மாட்டேறாங்கன்னு தெரியலையே. அது மட்டும் கொஞ்சம் பண்ண சொல்லுங்கள் இந்த கவர்மெண்ட். Same thing what he has told. Facility is not sufficient. അതേസമയം തന്നെ പമ്പയിൽ ചില അസൗകര്യങ്ങളുണ്ട് എന്ന് ഭക്തരൊക്കെ തന്നെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് കുടിവെള്ളം, ഈ ശുചിമുറികളുടെയൊക്കെ തന്നെ കുറവ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഭക്തർ പറയുന്നുണ്ട്. എന്നിരുന്നാലും വൃശ്ചികം 1 തന്നെ ശബരിമലയിൽ വലിയ തിരക്കുണ്ടാകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പമ്പയിൽ നിന്ന് ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോദ് ടി, മാതൃഭൂമി ന്യൂസ്.